അപ്പൊ എന്തായാലും ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം, സന്തോഷമാണോ അല്പം ദുഃഖമാണോ എനിക്ക് സംശയമുണ്ട്. കാരണം നീരജ് ചോപ്ര ഇന്ത്യയുടെ എക്കാലത്തെയും അത്ലറ്റിക് ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാം. നീരജ് ചോപ്ര ഇന്നലെ നടന്ന സ്വിറ്റ്സർലൻഡിൽ നടന്ന ലൊസൈൻ ഡയമണ്ട് ലീഗിൽ അവിടെ ജാവലിൻ ത്രോയിൽ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 89.49, അതും 5ാമത്തെ അറ്റംപ്റ്റിലാണ് എന്ന് ഓർക്കണം. ആദ്യത്തെ 3 അറ്റംപ്റ്റിൽ നീരജ് ആദ്യ 3 സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഗ്രനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ആണ് 1ാം സ്ഥാനത്തെത്തിയത്. നീരജിന് 2ാം സ്ഥാനം നേടേണ്ടി വന്നു. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവാണ് നീരജ്. ഈ സീസണിലെ ബെസ്റ്റാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബെസ്റ്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. ശരി, അപ്പൊ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാണ് എൽദോ. അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരുപാട് പേര് ആശംസകൾ അറിയിക്കാൻ പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ചില കാര്യങ്ങൾ കൊണ്ട് എല്ലാവരിലേക്കും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ബർത്ത്ഡേയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ആശംസയോട് നേരുകയാണ്. അല്ലാത്ത ആളുകൾക്ക്, അല്ലെ നോർമലായിട്ടുള്ള ആളുകൾക്ക് സാധാരണ